അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ 100 നിർദ്ദേശങ്ങളെ കുറിച്ചിട്ടാണ്. ഖുർആനിലെ ശ്രദ്ധേയമായ ഭാഗങ്ങളാണ്. അതിലെ നിർദ്ദേശങ്ങൾ ഇസ്ലാമിലെ അറിയപ്പെട്ട 5 വിധികളും ഇതിൽ നിന്നാണ് ഉത്ഭൂതമാകുന്നത്. പരമാവധി കൂട്ടുകാരിൽ എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 1. ദൈവത്തിന് പുറമെ മറ്റാരോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വിശുദ്ധ ഖുർആൻ 28:88. 2. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. 31:17. 3. എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ. 4:135. 4. പരദൂഷണം പറയരുത്. ഇനി ഞാൻ എണ്ണം പറയുന്നില്ല, ഞാൻ ഇത് വായിച്ചു കൊണ്ടേ പോകുന്നു. 4. പരദൂഷണം പറയരുത്. 5. മറ്റുള്ളവരെ പരിഹസിക്കരുത്. 6. അസൂയ അരുത്. 7. ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത്. 8. കള്ളസാക്ഷി പറയരുത്. 9. സത്യത്തിൽ സാക്ഷി പറയാൻ മടിക്കരുത്. 10. സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണം. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അതിന് നമ്പർ പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും. 11. പുരുഷമായി സംസാരിക്കരുത്. 12. ആളുകളോട് സൗമ്യമായ വാക്കുകൾ പറയണം. 13. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം. 14. നടത്തത്തിൽ അഹന്ത അരുത്. 15. അഹങ്കാരം അരുത്. 16. അനാവശ്യ കാര്യങ്ങളിൽ മുഴുകരുത്. 17. മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് ചെയ്യണം. 18. മറ്റുള്ളവരോട് ഔദാര്യത്തോടെ പെരുമാറണം. 19. അതിഥികളെ സൽക്കരിക്കണം. 20. പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കണം. 21. അനാഥകളെ സംരക്ഷിക്കണം. 22. ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത്. 23. വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം. 24. ചെയ്ത ഉപകാരം എടുത്തു പറയരുത്. 25. വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം. 26. കരാറ് ലംഘിക്കരുത്. 27. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. 28. നന്മയിൽ പരസ്പരം സഹകരിക്കണം. 29. തിന്മയിൽ സഹകരിക്കരുത്. 30. നീതി പ്രവർത്തിക്കണം. 31. വിധി കൽപ്പിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധിക്കണം. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങളാണ്. 32. ആരോടും അനീതി ചെയ്യരുത്. 33. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. വിശുദ്ധ ഖുർആൻ 6:152. ഇതെല്ലാം അത്യാവശ്യമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ബിസിനസ് ചെയ്യുമ്പോൾ ഷോപ്പിലൊക്കെ നമ്മൾ തൂക്കിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഇത് വിശുദ്ധ ഖുർആനിൽ 6:152 കാണാം. 34. സത്യം അസത്യവും കൂട്ടിക്കലർത്തരുത്. 35. വഞ്ചകർക്ക് കൂട്ടുനിൽക്കരുത്. 36. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. 37. പിശുക്ക് അരുത്. 38. അന്യൻ്റെ ധനം അന്യായമായി തിന്നരുത്. 39. അനാഥകളുടെ ധനം അപഹരിക്കരുത്. 40. ധനം ധൂർത്തടിക്കരുത്. 41. ലഹരി ഉപയോഗിക്കരുത്. 42. മദ്യം കഴിക്കരുത്. 43. കൈക്കൂലി അരുത്. 44. പലിശ അരുത്. 45. വ്യഭിചാരത്തെ സമീപിക്കരുത്. 46. കൊലപാതകം അരുത്. 47. ചൂത് കളിക്കരുത്. 48. മറ്റുള്ളവർക്ക് പാഠം ആകും വിധം കുറ്റവാളികളെ ശിക്ഷിക്കണം. 49. ഊഹങ്ങൾ അധികവും കളവാണ്. ഊഹങ്ങൾ നിങ്ങൾ വെടിയണം. വിശുദ്ധ ഖുർആൻ 49:12. 50. തിന്നുക കുടിക്കുക അധികമാകരുത്. അമിതമായി ഭക്ഷിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. 49:12 കാണാം. 51. ശവം, രക്തം, പന്നിമാംസം എന്നിവ നിഷിദ്ധമാണ്. 5:3 കാണാം. വിശുദ്ധ ഖുർആൻ 5:3. 52. ഭാഗ്യപരീക്ഷണങ്ങൾ അരുത്. 53. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. 54. മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം. 55. നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. 56. ഉച്ചനീചത്വ ബോധം ഉണ്ടാക്കരുത്. 57. ദൈവഭക്തനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ. 58. കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കണം. 59. ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാത്ത യുദ്ധം അരുത്. 60. യുദ്ധമര്യാദകൾ പാലിക്കണം. 61. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത്. 62. അഭയാർത്ഥികളെ സഹായിക്കണം, സംരക്ഷിക്കണം. 63. മറ്റുള്ളവരെ കണ്ണടച്ച് അനുകരിക്കരുത്. 64.
പൗരോഹിത്യം പാടില്ല. 65 സന്യാസം വരുത്. 66 നഗ്നത മറക്കണം. 67 ശുദ്ധി വൃത്തി സൂക്ഷിക്കണം. 68 കോപം അടക്കി നിർത്തണം. 69 സമ്മതം കൂടാതെ അന്യരുടെ വീട്ടിൽ പ്രവേശിക്കരുത്. 70 ബന്ധമുള്ളവർ തമ്മിൽ വിവാഹം വരുത്. 71 മാതാപിതാക്കൾ മക്കൾ പൂർണ്ണമായി മുലയൂട്ടണം. 72 മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. 73 മാതാപിതാക്കളോട് മുഖം ചുളിച്ച് സംസാരിക്കരുത്. 74 മാതാപിതാക്കളുടെ സ്വകാര്യമുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. 75 കടം വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി വെക്കണം. 76 കടം വീട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്. 77 ഭൂരിപക്ഷം സത്യത്തിൻ്റെ മാനദണ്ഡമല്ല. 78 സ്ത്രീകൾ മാന്യമായി ഒതുക്കത്തോടെ കഴിയണം. 79 മരണപ്പെട്ടവൻ്റെ സ്വത്ത് കുടുംബങ്ങൾക്ക് അനന്തരം നൽകണം. 80 സ്ത്രീകൾക്കും സ്വത്തവകാശമുണ്ട്. 81 സ്ത്രീ ആയാലും പുരുഷനായാലും കർമ്മങ്ങൾക്ക് തുല്യ പ്രതിഫലമുണ്ട്. 82 കുടുംബത്തിൻ്റെ നേതൃത്വം പുരുഷന് നൽകണം. 83 ആർത്തവ കാലത്ത് ലൈംഗിക സമ്പർക്കം വരുത്. 84 പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. 85 വിജ്ഞാനം നേടുന്നവർക്ക് ഉന്നത പദവി നൽകും. 86 ഭരണാധികാരികളെ പ്രാപ്തി നോക്കി തിരഞ്ഞെടുക്കണം. 87 ആരാധനകളിൽ നിന്ന് ആളുകളെ തടയരുത്. 88 മറ്റു മതസ്ഥരുടെ ആരാധന വസ്തുക്കളെ നിന്ദിക്കരുത്. 89 എല്ലാ പ്രവാചകരെയും അംഗീകരിക്കണം. 90 സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് സതുപദേശത്തോടെ കൂടിയാവണം. 91 ആരാധനവേളയിൽ നല്ല വസ്ത്രം അണിയണം. 92 മതത്തിൽ നിർബന്ധിക്കാൻ പാടില്ല. 93 ഒരാൾക്ക് കഴിയാഞ്ഞത് അയാളെ നിർബന്ധിക്കരുത്. 94 കഷ്ടപ്പാടുകളിലും വിഷമതകളിലും ക്ഷമ കൈക്കൊള്ളണം. 95 അനാചാരങ്ങൾക്കെതിരെ പോരാടണം. 96 വർഗീയത അരുത്. 97 ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്ക് നിർഭയത്വം നൽകും. 98 ദൈവം കാരുണ്യവനാണ്, അവനോട് പാപമോചനം തേടുക. 99 ദൈവം എല്ലാ പാപങ്ങളും ഒന്നിച്ച് മാപ്പ് ചെയ്യുന്നവനാകുന്നു. 100 ദൈവകാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത്. ഇതാണ് വിശുദ്ധ ഖുർആനിലെ 100 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അല്ലാഹു തആല നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.